ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ ഫേമസ് ആയിട്ടുള്ള വടാപാവ് ഒന്ന് ഉണ്ടാക്കിയല്ലോ. കുറച്ച് ദിവസമായി ഈ വടാപാവ് കഴിക്കണം എന്നൊരു തോന്നല്. കുറേ കാലം ബോംബെയിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. പുള്ളിക്കാരനോട് കുറച്ച് ദിവസമായി പറയണു ഇതൊന്നും ഉണ്ടാക്കി തരാൻ. കേട്ട ഭാവം അങ്ങോട്ട് കാണിക്കണില്ല. എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ അത് ഉണ്ടാക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള വടാപാവ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വട ഉണ്ടാക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലിട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആകുമ്പോഴത്തേനും ഈ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാമോളം കടലമാവ് ഉണ്ട് ഇതിൽ. അതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നന്നായി കലക്കിയെടുക്കണം. ഇത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒക്കെ പോലെ ഇതുപോലെയാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ വടാപാവിൽ ചേർക്കണ ഒരു ഡ്രൈ ചട്നി പൗഡർ ഉണ്ട്, അത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കി ആദ്യം തന്നെ നമുക്കൊരു 5-6 വെളുത്തുള്ളി അല്ലി വറുത്തെടുക്കണം. വെളുത്തുള്ളി ഒരുപാട് മൂത്ത് പോകുന്നു വേണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവെന്ന് കൈ വെച്ചിട്ട് കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ. ഈ മാവ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ശരിക്കും ബൂന്തിയുടെ ഷേപ്പിലൊന്നും കിട്ടില്ല, അതൊന്നും കാര്യമാക്കണ്ട. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റ് ബൂന്തിയുടെ ഷേപ്പിലെണ്ണം കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പീനട്ടും തേങ്ങയൊക്കെ വറുത്തിട്ടും ചില ആൾക്കാർ ചട്നി പൗഡർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത് ഈ മെത്തേഡാണ്. മാവ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളെ ബൂന്തിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഒരു 2 പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ ചട്നി പൗഡറിനുള്ള ബൂന്തി ഇവിടെ സെറ്റായി. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നി പൗഡർ കഴിക്കാൻ. ഇങ്ങനെ ബൂന്തി വെച്ചിട്ടുണ്ടാക്കിയ ചട്നി പൗഡർ ആണെന്നൊന്നും മനസ്സിലാവുകയില്ല. ഇപ്പം നമ്മളെ ബൂന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഞാൻ ഈ ബൂന്തിയും അതുപോലെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കടലമാവിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് ബൂന്തി ഉണ്ടാക്കിയത്, അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രൈ ചട്നി പൗഡർ. ഇതൊരു ബൗളിലാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു സവോളയുടെ പകുതിയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ മല്ലിയിലയുടെ നേർ പകുതിയോളം പുതിന ഇലയും കൂടെ ചേർക്കാം. ഇനി പുളിപ്പിനാവശ്യമായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് മീഠ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചോട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർക്കണം. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരച്ച് ശർക്കരയുടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി മധുരം വേണോ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മളെ മീഠ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചേർത്ത ശർക്കര പോരായിരുന്നു, മധുരം നോക്കിയപ്പോൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി ഇരുന്ന ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളെ ചട്നികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചട്നി, മീഠ ചട്നി, അതുപോലെ തന്നെ ഡ്രൈ ചട്നി പൗഡർ, ഇത് 3ആണ് ഇതിൽ ചേർക്കുന്ന മെയിൻ ആയിട്ടുള്ള ചട്നികൾ. ഇത് 3 നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വട ഉണ്ടാക്കണം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ആറിയുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. നന്നായി വേവിച്ചെടുക്കണം, എന്നാലാണ് നന്നായി ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ല വെണ്ണ പോലെ ഉടച്ചെടുക്കണം. ഇപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർക്കാം. പെരിഞ്ചീരകം നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ സവോള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പൊടിച്ച ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശരിക്കും കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ മുഴുവനായിട്ടുള്ള ജീരകം കുറച്ച് ചേർത്താൽ മതി. പക്ഷേ എനിക്ക് ഈ ജീരകം അങ്ങനെ കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർത്തത്. ഇനി ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറണ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ മസാലയൊക്കെ ഈ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിക്കണം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ മാത്രം ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. ഇപ്പം നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം മസാല ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാം. എല്ലാതും ആദ്യം തന്നെ ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളെ മസാലയൊക്കെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ലാസ്റ്റ് വടപാവ് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വട ഉരുണ്ടിരിക്കണേക്കാളും നല്ലത് കുറച്ചൊന്ന് പരന്നിരിക്കണമായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ടെടുക്കാം. നന്നായി എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നന്നായി ചൂടായിട്ടിരിക്കണ എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരാം. ഞാൻ ഒരേ സമയം 2 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 പുറം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. വടയ്ക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇപ്പം നമ്മൾ ഒരു സെറ്റ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് മസാലയും കൂടി ഉണ്ട്, ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വട വറുത്തെടുത്തിട്ടുള്ള ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ വറുത്തെടുക്കാം. ഈ വടാപ്പാവിനൊപ്പം എപ്പോഴും ഒരു വറുത്ത പച്ചമുളകും കൂടെ കിട്ടും. നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റാക്കാം. പച്ചമുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. മുളക് ഒരുപാട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മുളക് ഇവിടെ ഏകദേശം സെറ്റായിട്ട് ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കാം, ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ വടാപ്പാവിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റാക്കാം. ഇതാണ് വടാപ്പാവിന് വേണ്ടിയിട്ടുള്ള ബന്ന്. ഇത് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. ആദ്യം തന്നെ അതിൽ നിന്ന് ഒരു ബന്ന് എടുത്തിട്ട് അതിൻ്റെ നടു ഇങ്ങനെ കീറിയിട്ടെടുക്കണം. ഇനി ഇത് ബട്ടർ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇനി ഈ ബന്നിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നികൾ ഓരോന്നോരോന്നായിട്ട് തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ചട്നിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മീഠാ ചട്നി ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചട്നി പൗഡറും കൂടെ ഇടാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട ഒരെണ്ണം ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഗ്രീൻ ചട്നി, അതുപോലെ തന്നെ മീഠാ ചട്നി, അതുപോലെ തന്നെ കുറച്ചും കൂടെ ചട്നി പൗഡർ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യണതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഫ്രെയിമിൽ നിന്ന് മാറിപ്പോയി, അത് കാര്യമാക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും കൂടി വെച്ചാൽ നമ്മളെ വടാപ്പാവ് ഇവിടെ റെഡി. ഇപ്പം ചിലർക്കെങ്കിലും തോന്നും ഇത് ഒരുപാട് പണിയുണ്ടല്ലോ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടണോ, ഇതിൽ നല്ലത് കടയിൽ നിന്ന് ഒരെണ്ണം വാങ്ങി കഴിക്കണമല്ലേ എന്ന്. ശരിയാണ്, കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിഷ്ടമുള്ളൊരു സാധനം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും ഹൈജീനിക് ആയിട്ടും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഇതുപോലുള്ള ഫുഡൊക്കെ എപ്പോഴും കഴിക്കണത് അത്ര നല്ലതല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം.
അപ്പോൾ ഇതുപോലുള്ള സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.